ഞാൻ ഈ അവസരത്തിൽ ഒരു വലിയ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. കാരണം സാധാരണഗതിയിൽ ഉപവാസം 24 മണിക്കൂറും 48 മണിക്കൂറും ഒക്കെ ഞാൻ പല ഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിലും സാധാരണ ഉണ്ടാകുന്നതിനേക്കാളുള്ള ഒരു ക്ഷീണം യഥാർത്ഥത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൗന വ്രതം ഞാൻ ഏറ്റെടുക്കുന്നത്. ഞാനിത് മൗനവ്രതം ഏറ്റെടുക്കാനുണ്ടായ കാരണം എന്താ, പലപ്പോഴും എൻ്റെ പാർട്ടി കമ്മിറ്റി കൂടി ഈ സമരത്തിന് ഞാൻ അനുമതി ചോദിക്കുമ്പോൾ അവരെല്ലാവരും എന്നോട് ചോദിച്ചു, എന്താണ് ഈ മൗനം 24 മണിക്കൂർ എന്നതുകൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്ന, അല്ലെങ്കിൽ എന്ത് സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. സത്യസന്ധമായി പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സമരങ്ങളും പരിപാടികളും പലതും പ്രകടനപരമാകുന്നു എന്ന് ജനങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഇപ്പോൾ ഉപവാസം രാവിലെ മുതൽ വൈകിട്ട് വരെ ഇന്ന് കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു നിങ്ങൾക്കറിയാം. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വളരെ തിരക്കുള്ളൊരു ദിവസം കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് എൻ്റെ സാധാരണ ജീവിത ഒരു ദിനചര്യയിൽ തന്നെ സാധാരണ ദിവസത്തിൽ തന്നെ പിന്നീട് ഒരുപക്ഷെ അത്താഴമായിരിക്കും കഴിക്കുക. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് ഒട്ടും ഒരു പുതുമയുള്ള ഒരു സഹനമുള്ള ഒരു കാര്യമല്ല. അത് പിന്നെ 24 മണിക്കൂറായി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു സഹനമുണ്ട്. ഒരു അത്താഴം കൂടി മാറിക്കഴിയുമ്പോൾ 24 മണിക്കൂറിനോട് അടുക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും തീവ്രമായ ഒരു തലവേദന വരിക. അതാണ് എപ്പോഴും ഇതിന്റെ ഒരു രീതി. 20 മണിക്കൂർ പിന്നിട്ട് കഴിയുമ്പോൾ നമുക്ക് വളരെ ശക്തമായ തലവേദന ഉണ്ടാവും. അത് ഏകദേശം ഒരു 3.5-4 മണിക്കൂർ നിൽക്കും. അത് ഇല്ല, തലവേദനയും മാറും. പിന്നെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അങ്ങനെ വലിയ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോകാൻ പ്രയാസം ഉണ്ടാവില്ല. പിന്നീട് ഞാൻ ആലോചിച്ചു, മണിപ്പൂരില് ഇന്ന് നടക്കുന്ന ഓരോ സ്റ്റോറീസും നിങ്ങൾ വായിച്ചാൽ എത്ര ക്രൂരമാണ്, എത്ര സഹിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്നത്. അപ്പൊ ആ വിഷയത്തെ മുൻനിർത്തി ആ വിഷയത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായി ഒരു സമര പരിപാടി ആലോചിക്കുമ്പോൾ അതില് സഹനത്തിന്റെ ഒരു എലിമെന്റ് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. സഹനത്തിന്റെ ഒരു എലിമെന്റ്. കാരണം നമ്മളെല്ലാവരും മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ വായിക്കുകയും അദ്ദേഹത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ്. ഗാന്ധിയെ പോലെ ചിന്തിക്കാനും ഗാന്ധിയെ പോലെ പ്രവർത്തിക്കാനും ഗാന്ധി പറഞ്ഞ വഴിയിൽ നടക്കാനൊന്നുമുള്ള ആത്മീയ ശേഷിയോ അല്ലെങ്കിൽ അതിനുള്ള ഔന്നത്യമോ ഒന്നുമുള്ള വ്യക്തികളല്ല നമ്മൾ. പക്ഷെ എന്നിരുന്നാൽ പോലും സഹനത്തിന്റെ ഒരു എലിമെന്റ് എന്താണ് എന്ന് ആലോചിച്ചപ്പോഴാണ് 24 മണിക്കൂർ മൗനം സാധ്യമാകുമോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു സഹനം എടുക്കാൻ തീരുമാനിച്ചു. പ്രയാസം വരുമോ ബുദ്ധിമുട്ട് വരുമോ എന്ന് സംശയം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള, അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ വിളിച്ചു. നീ ഇതിന്റെ റെപ്രക്കഷൻസ് നന്നായി അറിഞ്ഞിട്ടാണോ മനസ്സിലാക്കിയിട്ടാണോ പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചു. കാരണം സാധാരണഗതിയിൽ മനുഷ്യൻ സംസാരിക്കാൻ ഞാൻ ഒരു ദിവസം തന്നെ 4-5 പ്രസംഗം നടത്തി ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട്. 4-5 തീവ്രമായ പ്രസംഗങ്ങൾ നടത്തി ക്ഷീണിക്കുന്നതിനേക്കാളും ഒരു ക്ഷീണം എനിക്ക് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ഇത് വിചാരിക്കുന്നത് പോലെ അത്ര സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള കാര്യമല്ല. മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് അതിന്റെ പ്രശ്നം? മറ്റ് ഫിസിക്കലായിട്ടുള്ള ഒരു സ്ട്രെയിനും ഉണ്ടാവുന്നില്ല, മറ്റാണ് പ്രസംഗിക്കുമ്പോഴാണ് സ്ട്രെയിൻ. അദ്ദേഹം പറഞ്ഞു, ഫിസിക്കൽ സ്ട്രെയിനേക്കാളും ഏറ്റവും പ്രയാസമുള്ളതാണ് മെന്റൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന തോന്നലുകൾ അതാത് സമയത്ത് പറയുമ്പോൾ മൈൻഡിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഒരു സ്ട്രെസ്സും. ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്കറിയാം, നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ജനറേറ്ററിന് ചെറിയ തകരാറ് വന്നു, മൈക്കിന് ചെറിയ പ്രശ്നം വന്നപ്പോൾ സാധാരണഗതിയിലാണ് ഈ ഒരുപക്ഷെ എന്റെ ചുറ്റുമുള്ളവരോട് ഞാൻ ദേഷ്യത്തിലെ ഉച്ചത്തിൽ അല്ലെങ്കിൽ ഇതിൽ സംസാരിക്കും. അതൊരു മെന്റൽ സ്ട്രെസ് റിലീവിംഗ് ആണ്. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, ആരോടും പറയാൻ കഴിയുന്നില്ല. സാബുജൻ ബ്ലോക്ക് പ്രസിഡന്റാണ്, അദ്ദേഹത്തെ രൂക്ഷമായിട്ട് നോക്കാൻ പോലും എനിക്ക് കഴിയില്ല. എനിക്ക് അസ്വസ്ഥതയുണ്ട്, എനിക്ക് പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു പരിപാടി തുടങ്ങി അതിന്റെ സമയമായി മൈക്ക് പ്രവർത്തിക്കുന്നില്ല. ആദ്യം തുടക്കം മുതലേ എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് കഴിയുന്നില്ല. ഒറ്റയോ വട്ടം ആ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു സ്ട്രെയിൻ നമ്മുടെ ശരീരത്തിലുണ്ട്. പിന്നീട് നമുക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും എല്ലാത്തിനും അതിൻ്റെതായ സംഭവം. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, ഇന്ന് കോൺഗ്രസിലെ ഒരു പ്രവർത്തകനെ സംബന്ധിച്ച്, ഒരു നേതാവിനെ സംബന്ധിച്ച് കെ.സി. വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഇന്ന് പാർട്ടിയിലെ രണ്ടാമനായി കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ ഒരു പരിപാടിക്ക് വന്ന് നമ്മുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് ഈ പരിപാടിയെക്കുറിച്ച്, പരിപാടിയുടെ വിജയത്തെക്കുറിച്ച്, ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ പറയാനുള്ള ത്വരയും ആഗ്രഹം
സ്വാഭാവികം ഉണ്ടാകും. പക്ഷെ മിണ്ടാതിരിക്കുന്നതിന് വിധിക്കുന്നതിന് ചെറിയൊരു സ്ട്രെയിനുണ്ട് സ്വാഭാവികമായിട്ടും. ഞാൻ പക്ഷേ ഇത് നന്നായി അനുഭവിച്ചാണ് കടന്നു വന്നത്. പക്ഷേ ഞാൻ മൗനം എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാൻ വായിച്ച അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു ചെറിയൊരു കലാശാലയിൽ ഞാൻ എഴുതിയ 4 വരികളുണ്ടായിരുന്നു. മൗനത്തെ സംബന്ധിച്ച് നമുക്ക് പൊതുവെ അറിയാവുന്ന കാര്യങ്ങൾ എന്താണ്? മൗനം സമ്മതമാണ് എന്ന് നമ്മൾ പലയാവർത്തി നമ്മുടെ ജീവിതത്തിൽ പലയിടത്ത് കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മൗനം വിദ്വാൻ ഭൂഷണമെന്ന് പലയാവർത്തി പലയിടത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിൽ മൗനത്തെ കുറിച്ച് വ്യത്യസ്തമായ 4 വരി ഞാൻ കണ്ടത് ഫാദർ ബോബി ജോസ് കട്ടിക്കാട് എഴുതിയ വരികളുണ്ടായിരുന്നു. അദ്ദേഹം അതിൽ എഴുതി, മൗനം സമ്മതമാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? എല്ലാ മൗനവും സമ്മതമാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. ഇവിടെ ഈ സമരത്തിലൂടെ ഞാൻ നൽകാൻ ആഗ്രഹിച്ച സന്ദേശം നമുക്കറിയാം. ഇന്നലെ ബഹുമാനനായ ക്ലീമീസ് കാതോലിക്ക ബാവ ഈ വേദിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പ്രധാനമന്ത്രി മൗനം വെടിയണം. പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ ഭരണാധികാരി, ഇന്ന് മണിപ്പൂരിൽ നടക്കുന്ന ഈ അക്രമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കലാപത്തെക്കുറിച്ച്, ഈ വംശഹത്യയെക്കുറിച്ച് നിങ്ങൾ വാ തുറന്ന് സംസാരിക്കണം. നിങ്ങളുടെ മൗനം വെടിയണമെന്ന് പറയാൻ കാരണം പ്രധാനമന്ത്രിയുടെ മൗനം എന്ന് പറയുന്നത് സമ്മതമാണ് എന്ന് ഇതിനോടകം ഈ രാജ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഒരു വിഭാഗത്തെ ഏകപക്ഷീയമായി വേട്ടയാടുമ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കിരീടവും ചെങ്കോലും ഏറ്റുവാങ്ങുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടത്. ആ കിരീടവും ചെങ്കോലും ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് ഈ രാജ്യത്ത് വലിയ ദുരന്തങ്ങൾ കടന്നു വന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാനതൊരു വേദിയിലും അങ്ങനെ ഫേസ്ബുക്കിൽ കുറിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഞാൻ കുറിച്ചില്ല. പക്ഷെ തൊട്ടു പിന്നാലെ നടന്ന ട്രെയിൻ ദുരന്തം എത്ര ജീവനാണ് നഷ്ടപ്പെടുത്തിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതിന് പിന്നാലെ നടന്ന പ്രകൃതിക്ഷോഭങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അതിന് പിന്നാലെയാണ് മണിപ്പൂരിൽ ഇതുപോലുള്ള ഒരു കൂട്ടക്കുരുതി ഈ രാജ്യം കാണേണ്ടി വന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ബഹുമാന്യനായ KCBCയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന, ഒരുപക്ഷെ ക്രൈസ്തവ മുഖത്തിന്റെ ശബ്ദമെന്ന് പറയാൻ കഴിയുന്ന ക്ലീമീസ് കാതോലിക്ക ബാബ ഈ വേദിയിൽ നിന്ന് പറഞ്ഞു, പ്രധാനമന്ത്രി മൗനം വെടിയണമെന്ന്. പക്ഷേ അദ്ദേഹം മൗനം വെടിയത്തില്ല. കാരണം ഇതാദ്യമായി അല്ല, ഇതേ നരേന്ദ്രമോദിയുടെ മൗനം ഈ രാജ്യം കണ്ടതാണ്. എന്നാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 2002 ഗുജറാത്തിൽ ഇതുപോലെ മറ്റൊരു സമുദായം വേട്ടയാടപ്പെട്ടപ്പോ ആ സംസ്ഥാനത്തിന്റെ അധികാര കസേരയിൽ ഇരുന്ന് മൗനം അവലംബിച്ച അതേ നരേന്ദ്രമോദിയാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. നിങ്ങൾ വിസ്മരിക്കരുത്. അന്നൊക്കെ നമ്മൾ ധരിച്ചിട്ടുണ്ടാകും, സംഘപരിവാറിനും BJPക്കും ഈ രാജ്യത്ത് മുസ്ലിങ്ങളാണ് ഭീഷണി, അല്ലെങ്കിൽ മുസ്ലിങ്ങളോടാണ് വൈരാഗ്യം, അവരുടെ ശത്രു എന്ന് പറയുന്നത് മുസ്ലിമാണ് എന്ന് ഞാനും നിങ്ങളും ധരിച്ചിട്ടുണ്ടാകും. പക്ഷെ ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, സംഘപരിവാറിനെയും നരേന്ദ്രമോദിയെയും BJPയെയും നയിക്കുന്ന പ്രത്യയശാസ്ത്രം എഴുതിയിട്ടുള്ളത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? വിചാരധാരയിൽ എഴുതിയിട്ടുണ്ട്, വിചാരധാരയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഈ രാജ്യത്തിന്റെ ശത്രു? അവർ പറഞ്ഞത് ഹിന്ദുവിന്റെ ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരനും അതുപോലെ തന്നെ മുസൽമാനും ക്രൈസ്തവനുമാണ് എന്ന് പറഞ്ഞ ആ വാക്കുകളാണ് നരേന്ദ്രമോദിയുടെ ഹൃദയത്തിലുള്ളത്. അതുകൊണ്ട് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ പറഞ്ഞു, ബഹുമാനായ രാഹുൽ ഗാന്ധി പാർലമെന്റിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും പറഞ്ഞു, ഈ രാജ്യത്തെ സാമുദായിക സാംസ്കാരിക നേതാക്കന്മാർ പറഞ്ഞു, മുഖ്യമന്ത്രി മൗനം വെടിയണമെന്ന്. ഇന്നലെ KCBCയുടെ അധ്യക്ഷൻ ക്ലീമീസ് കാതോലിക്ക ബാവ പറഞ്ഞു, ആര് പറഞ്ഞാലും ആ മൗനം ഭഞ്ജിക്കപ്പെടില്ല. കാരണം 2002 അതേ മൗനമാണ് ഈ 2023 നരേന്ദ്രമോദി മണിപ്പൂരിലും നടപ്പാക്കുന്നത്. കാരണം അതിന് പിന്നിൽ അദ്ദേഹത്തെ നയിക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രമുണ്ട്. ആ മൗനത്തിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ഈ രാജ്യത്ത് മൗനം എന്ന ആയുധമാക്കി പ്രധാനമന്ത്രിയോട് പ്രതിഷേധിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അവിടെയാണ് ഞാൻ ബോബി ജോസ് കട്ടിക്കാടിന്റെ 4 വരികളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചത്. ഞാൻ കഴിഞ്ഞ 24 മണിക്കൂർ നടത്തിയ മൗനം ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെടുന്ന ഒരുപാട് പേരുടെ മൗനമാണ്. ബോബി ജോസ് കട്ടിക്കാട് ഇങ്ങനെ എഴുതി, മൗനം സമ്മതമാണെന്ന് ആരാണ് പറഞ്ഞത്? ലോക ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് മൗനം നിങ്ങൾക്ക് കാണാൻ കഴിയും. വ്യക്തികളുടെ മൗനം, നേതാക്കന്മാരുടെ മൗനം, സമുദായങ്ങളുടെ മൗനം, അതുപോലെ തലമുറകളുടെ മൗനം. ആ മൗനമൊന്നും സമ്മതമായിരുന്നില്ല. അദ്ദേഹം ചോദിക്കുകയാണ്, ഒരാഴ്ച മുഴുവൻ സ്വന്തമായി അസ്ത്രാഭ്യാസം പഠിച്ച് വില്ലാളി വീരനായി കടന്നു വന്ന് ഹൃദയത്തിലെ നന്മ അവസാനിക്കാത്തത് കൊണ്ട് ഏകലവ്യൻ എന്ന ശൂദ്ര സ്ത്രീയിൽ പിറന്ന ആ ഏകലവ്യൻ ഗുരുവിന്റെ മുമ്പിൽ ചെന്ന് ഗുരുദക്ഷിണയായി ഞാൻ എന്താണ് നൽകേണ്ടത് എന്ന് ചോദിച്ചപ്പോ, നീ ശൂദ്ര സ്ത്രീയിൽ പിറന്നവനാണ്,
നിനക്ക് അസ്ത്രാഭ്യാസം നിഷേധിക്കപ്പെട്ടവനാണ്. നീ അസ്ത്രാഭ്യാസം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുദക്ഷിണയായി നീ എനിക്ക് നിന്റെ വലത് കൈയിലെ പെരുവിരൽ അറുത്തു തരണമെന്ന് പറഞ്ഞപ്പോ ഏകലവ്യന്റെ മൗനം സമ്മതമായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ നെന്തുനീറി ഹൃദയം വിങ്ങുന്ന വേദനയോടുകൂടിയാണ് ആ പെരുവിരൽ ഏകലവ്യൻ അറുത്തു കൊടുത്തത്. 1-2 വർഷമല്ല, ദശാബ്ദങ്ങളല്ല, നൂറ്റാണ്ടുകൾ ഈ ഇന്ത്യ രാജ്യത്ത്, ഈ ഭാരതത്തില് എത്രയോ തലമുറയാണ് അടിച്ചമർത്തപ്പെട്ടത്. ഈ രാജ്യത്തെ ഒരു സമുദായത്തിന്, ഒരു സമൂഹത്തിന് അമ്പലം നിഷേധിക്കപ്പെട്ടില്ലേ? ദൈവത്തെ നിഷേധിക്കപ്പെട്ടില്ലേ? നിങ്ങൾ അമ്പലത്തിൽ കയറാൻ പാടില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അമ്പലത്തിന് ദൂരെ മാറി നടന്നു പോയത് ആ തലമുറകളുടെ മൗനം അത് സമ്മതമായിരുന്നു? അത് സമ്മതമായിരുന്നില്ല. വിദ്യ നിഷേധിക്കപ്പെട്ടവർ നിനക്ക് വിദ്യ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു. ഈ രാജ്യത്തെ ദളിതനും പിന്നോക്കക്കാരനും പീഡിതനും വിദ്യ നിഷേധിക്കപ്പെട്ടു. സംസ്കൃതം ചൊല്ലുന്നത് അറിയാതെ കേട്ടാൽ ചെവിയിൽ മുരുക്കി ഒഴിക്കണമെന്ന നിയമം നിലനിന്ന മണ്ണാണ്, മനുസ്മൃതിയുടെ നിയമം നിലനിന്ന മണ്ണാണ് ഭാരതത്തിന്റെ മണ്ണ്. തലമുറകളുടെ മൗനം, ആ തലമുറകളുടെ മൗനം സമ്മതമായിരുന്നു. എത്ര തലമുറകളാണ് മൗനമായി ഒരുപക്ഷെ ദൈവത്താൽ ശപിക്കപ്പെട്ട ജന്മമാണ് എന്റെ എന്ന് സ്വയം വിശ്വസിച്ച് അമ്പലത്തിൽ കയറാതെ, ദൈവത്തോട് പ്രാർത്ഥിക്കാതെ, ബ്രാഹ്മണനെ നേരിൽ കാണാതെ, ബ്രാഹ്മണനെ കണ്ടാൽ ഭയന്ന് വിറങ്ങലിച്ച് മാറി നടന്ന് ജീവിതം അവസാനിപ്പിച്ച എത്ര തലമുറകൾ വെന്തുരുകിയ മണ്ണാണ് ഭാരതത്തിന്റെ മണ്ണ്. ആ മൗനം സമ്മതമായിരുന്നില്ല. ഇന്ന് മണിപ്പൂരിൽ ഏകപക്ഷീയമായി വേട്ടയാടപ്പെടുമ്പോൾ തിരിഞ്ഞു നിന്ന് ചോദിക്കാൻ കഴിയാതെ മൗനമായിരിക്കുന്ന ഒരു സമുദായവും ഒരു സമൂഹവും അവിടെയുണ്ട്. ആ സമൂഹത്തിന്റെ മൗനം സമ്മതമാണ് എന്ന് നിങ്ങൾ കരുതരുത്. അദ്ദേഹം എഴുതി, അടിച്ചമർത്തപ്പെടുന്നവന്റെ ഭീകരമായ പ്രതിഷേധത്തിന്റെ ഏറ്റവും പ്രതിഷേധമായ ശബ്ദമാണ് ഈ മൗനം എന്ന് പറയുന്നത്. അടിച്ചമർത്തപ്പെട്ടവന്റെ ആ വികാരത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിവൃത്തിയില്ലാതെ മറ്റൊരു രീതിയിൽ നിവർന്നു തിരിച്ചു ചോദിക്കാൻ കഴിയാതെ, ശബ്ദമുയർത്താൻ കഴിയാതെ, ശബ്ദമിടറി മാറുന്നവന്റെ, ശബ്ദിക്കാൻ ഭയപ്പെടുന്നവന്റെ, അടിച്ചമർത്തപ്പെടുന്നവന്റെ ഭീകരമായ പ്രതിഷേധത്തിന്റെ രൂപമായാണ് ഈ 24 മണിക്കൂർ മൗനം അവലംബിച്ചുള്ള സമരം ഇവിടെ നടത്തിയത്. പക്ഷെ എല്ലാ മൗനവും ഒരു സമയത്ത് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. 2002 ഗുജറാത്തിൽ നരനായാട്ട് നടക്കുമ്പോ, ഇസ്ലാം മതവിശ്വാസികളെ തെരഞ്ഞുപിടിച്ച് കൊല ചെയ്യപ്പെടുമ്പോ കാഴ്ചക്കാരനെ പോലെ നിന്ന് ആഹ്ലാദിച്ച നരേന്ദ്രമോദിയുടെ ആ മൗനം വഞ്ചിക്കത് എന്നാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. പ്രിയങ്കരിയായ അനാരോഗ്യത്തിലായിരിക്കുന്ന പ്രിയങ്കരിയായ സോണിയാഗാന്ധി ഗുജറാത്തിന്റെ മണ്ണിൽ പറന്നിറങ്ങിയപ്പോ അവരെ കാണാൻ തടിച്ചുകൂടിയ 10,000 ഉണ്ടായിരുന്നു. ആശയറ്റ, നിരാശരായ, നിരാലംബരായ, മൗനത്തിന്റെ വാൽമീകത്തിലേക്ക് ആണ്ടുപോയ, മൗനത്തിൽ ആണ്ടിരുന്ന ആ ജനം ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് അവരെ കാണാൻ വന്നു. അങ്ങനെയാണ് ഗുജറാത്തിൽ അടിച്ചമർത്തപ്പെട്ട ആ സമുദായത്തിന്റെ ശബ്ദം ആദ്യമായി ഒന്നിച്ച് ഈ രാജ്യം കേട്ടത്. അങ്ങനെയാണ് കാട്ടാളന്മാർ, ആ രാക്ഷസന്മാർ ആ മുന്നോട്ട് വെച്ച കാൽ ഒരു വേള പിന്നോട്ടെടുത്തത്. ചരിത്രത്തിന്റെ കാതിനീതി പോലെ കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് ദിവസം വിലക്കിയെങ്കിലും ഞങ്ങളുടെ പ്രിയങ്കനായ നേതാവ്, നമ്മുടെയൊക്കെ അഭിമാനമായ ഇന്ത്യ രാജ്യം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന പ്രിയങ്കനായ രാഹുൽ ഗാന്ധി മണിപ്പൂരിന്റെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന കെ സി വേണുഗോപാൽ പറഞ്ഞില്ലേ, ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് മണിപ്പൂരിലെ അമ്മമാരാണ് അടുത്തു വന്ന സങ്കടം ആ വിതുമ്പി കരഞ്ഞ് ആ മൗനം ഭജിച്ചത്, അല്ലെങ്കിൽ മൗനം ഭഞ്ജിച്ചത്. കാവ്യനീതി പോലെ രാഹുൽ ഗാന്ധി കടന്നു വരികയാണ് ദൗത്യമേറ്റെടുത്ത്. ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. മണിപ്പൂരിലെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ അറിയാം. ഞാൻ ഈ ഉപവാസ സമരത്തിൽ ഞാൻ ആഗ്രഹിച്ച് ഒരുപാട് മുന്നോട്ട് പോയി നടക്കുമായിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ പ്രസംഗിച്ച് എല്ലാവരും പറഞ്ഞില്ലേ, മണിപ്പൂരിൽ നടക്കുന്നത് 2 സമുദായങ്ങൾ തമ്മിലുള്ള, ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപമാണ്, അല്ലെങ്കിൽ ലഹളയാണ് നടക്കുന്നതെന്ന് പറഞ്ഞില്ലേ. മെയ്തി സമുദായം, കുക്കി സമുദായം. എനിക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഒരുപാട് സുഹൃത്തുക്കൾ, ഞാനും ജോജിയും JNU ഒന്നിച്ചു പഠിച്ചതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിയില്ലാത്ത പോലെ എത്രയോ വർഷക്കാലം ഒരു മുറിയിൽ ഒന്നിച്ച് അന്തിയുറങ്ങിയവരാണ് ഞങ്ങൾക്കറിയാം. അന്ന് JNU ഉണ്ടായിരുന്ന സുഹൃത്തുക്കളടക്കം എത്രയോ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സുഹൃത്തുക്കൾ ഞങ്ങൾക്കുണ്ട്. ഞാൻ ഈ ഉപവാസ സമരത്തിന്റെ ഭാഗമായി എന്റെ ഇടതും വലതുമായി 2 പേരുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് മെയ്തി സമുദായത്തിൽപ്പെട്ട ഒരാളും കുക്കി സമുദായത്തിൽപ്പെട്ട ഒരാളും വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. 2 സമുദായങ്ങൾ ഇടവും ബലവും നിരത്തി ഈ ഉപവാസം നടത്തി ഈ രാജ്യത്തിന് ഒരു സന്ദേശം നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി 2 പേരെ കണ്ടെത്തി. എന്റെ സുഹൃത്തുക്കൾ വഴിയാണ് കണ്ടെത്തിയത്.
ആദ്യം മെയ്തി സമുദായത്തിൽപ്പെട്ട ഒരാൾ വളരെ നേരത്തെ തന്നെ മുന്നോട്ട് വന്നിരുന്നു. കുക്കി സമുദായത്തിൽപ്പെട്ടവർ ഭയത്തിലായിരുന്നു. അവർക്ക് എന്താണെന്ന് അറിയില്ല. അവരോട് കൂടിയാലോചിച്ച് മാത്രമേ മറുപടി പറയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഈ സമരം തുടങ്ങുന്നതിന്റെ തലേന്നാൾ കുക്കി സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയും വരാമെന്ന് സമ്മതിച്ച് രണ്ടുപേരെ ഇടതും വലതും ഇരുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് ഞാൻ ഈ കാര്യം ആലോചിക്കാൻ വേണ്ടി ഞാൻ പലരോടും ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും മണിപ്പൂരിൽ നിന്നുള്ള ഒരു കുക്കി സമുദായത്തിൽപ്പെട്ട ഒരു സുഹൃത്തിനെ എനിക്ക് ലഭ്യമാക്കാൻ കഴിയുമോ എന്ന്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് IPS നേടിയ എന്റെ പ്രിയങ്കനായ സുഹൃത്ത് ബോങ് എന്ന് പറയുന്ന, ഇന്ന് ആസാമിലെ IPS ഓഫീസറായിരിക്കുന്ന ബോങ്. എന്നെ ഈ സമരം തുടങ്ങാൻ വേണ്ടി ഞാൻ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ബോങ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് പരിപാടി? ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്, മെയ്തി സമുദായത്തിലെ ഒരാളും കുക്കി സമുദായത്തിലെ ഒരാളും എന്റെ ഇടതും വലതുമായി ഉണ്ടാകും, സമാധാനം ഉണ്ടാകണം, മണിപ്പൂർ ശാന്തമാകണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് സമരം. എന്നോട് പറഞ്ഞു, എന്നോടുള്ള എല്ലാ സ്വാതന്ത്ര്യം നിലനിർത്തി ബോങ് പറഞ്ഞു, നീ അതിന് പോകരുത്, that is too dangerous. You don't know what is the situation in Manipur. Manipur is exploding. You have all good intentions, I understand, Mr. Matthew, but I would request you to take back that proposal. ഞാൻ പറഞ്ഞു, ബോങ് എന്താണ്, ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് ഇവരെ കണ്ടെത്തിയത്. എന്റെ ഉപവാസ സമരത്തിന്റെ എല്ലാ നിലയും മാറാൻ പറ്റുന്ന ഒരു സമരമാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച്, ഒരുപാട് ഹോംവർക്ക് ചെയ്ത്, ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഞാൻ അവരെ കണ്ടെത്തിയത്. Still I would say you should get back from this initiative. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്നോടൊപ്പം ഇരിക്കുന്ന കുട്ടികളുടെ ചിത്രം പുറത്തു വന്നാൽ, ഈ കലാപത്തിന് ശാന്തി വേണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കുട്ടി കേരളത്തിലായിരുന്നാൽ ആ കുട്ടിയെ തേടിപ്പിടിച്ച് ആ കുട്ടിയുടെ കുടുംബത്തിന് പിറ്റേന്നാൾ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തീയിട്ടു എന്ന വാർത്ത നീ കേട്ടാൽ നിന്റെ അവസ്ഥ എന്താകും? അവരുടെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ടു എന്ന് കേട്ടാൽ നിന്റെ അവസ്ഥ എന്താകും? നീ ചെയ്യുന്ന ഉദ്യമത്തിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നോട് ചോദിച്ചത് IPS-കാരനായ ബോങ്ങാണ്. ഞാൻ വളരെ പ്രയാസത്തോടു കൂടി ചോദിച്ചു. അവരുടെ പടവും ചിത്രവും വെക്കാതെ, അവരെ കാണിക്കാതെ, അവരുടെ ഫോട്ടോ എടുക്കാതെ ഞാൻ ഈ ഉദ്യമത്തിന് തയ്യാറായാലോ? He said it is too risky. Every day I am seeing lights are gone. പരിചയമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ, ബോങ്ങിന്റെ അടക്കം അത്രയും ഉന്നതരായിരുന്ന സുഹൃത്തുക്കളുടെ കുടുംബം പോലും അഗ്നിക്കിരയാവുന്ന കാഴ്ചയാണ്. It's very volatile. It's very sensitive. Manipur is exploding. No one can understand. മണിപ്പൂരിന് പുറത്തുള്ള ഇന്ത്യക്കാർക്ക് ആർക്കും അറിയില്ല മണിപ്പൂരിൽ എന്താണ് നടക്കുന്നത് എന്ന് ബോങ് എന്നോട് പറഞ്ഞു. He said, I am reluctant to travel to Manipur. എനിക്കൊരു ഔദ്യോഗിക ആവശ്യത്തിൽ പോകാമെങ്കിൽ പോലും ഞാൻ പോകാൻ മടിക്കുകയാണ്. I lost couple of my friends. ഇതിനോടകം എന്റെ ഏതാനും സുഹൃത്തുക്കൾ ഈ കലാപത്തിൽ പോയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് ആ ശ്രമം അവിടെ അവസാനിപ്പിച്ചത്. ഞാൻ അവസാനിപ്പിക്കുക, നമ്മൾ ആരും ചിന്തിക്കുന്നതിലും അപ്പുറം ഈ രാജ്യത്തിന്റെ മതേതരത്വം അപകടത്തിലായിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് സഹന സമരങ്ങൾ, കോൺഗ്രസ് ഒരുപക്ഷെ ഈ രാജ്യത്തിന് നൽകിയ ജീവവായു എന്ന് പറയുന്നത്, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ ജീവവായു കോൺഗ്രസ് ഒരുപക്ഷെ ഒരു നൂറ്റാണ്ടിന്റെ പ്രയാസം കൊണ്ടാണ്, ഒരു നൂറ്റാണ്ടിന്റെ പ്രസവവേദന കൊണ്ടാണ്, ഒരു നൂറ്റാണ്ടിന്റെ സഹനം കൊണ്ടാണ്. മഹാത്മാഗാന്ധി മുന്നിൽ നിന്ന് നയിച്ച ആ സഹനത്തിലൂടെയാണ് നമ്മൾ ഈ രാജ്യത്തെ ഉരുവാക്കിയെടുത്തതും ഈ രാജ്യത്തെ പ്രസവിച്ചതും. ഒരുപാട് കാലം, ഒരുപക്ഷെ 70 ആണ്ടുകാലം ഈ രാജ്യം സുഗമമായി മുന്നോട്ട് പോയെങ്കിൽ ഇന്നിതാ ഈ രാജ്യത്തിന് ഗുരുതരമായ രോഗം പിടിപെട്ടിരിക്കുന്നു. ഈ രാജ്യത്തെ അപകടപ്പെടുത്താൻ, ഈ രാജ്യത്തിന്റെ ജീവവായു ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന ശക്തികളെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ മതേതര വിശ്വാസികളും വലിയ സഹനത്തിന് തയ്യാറാകേണ്ട സമയമായി വരികയാണ്. മതേതരത്വത്തെ രക്ഷിക്കാൻ, സംരക്ഷിക്കാൻ കേവലം പ്രസ്താവനകൾ കൊണ്ടോ, ഞാനും നിങ്ങളും മതേതര വിശ്വാസികളായിരുന്നുകൊണ്ടോ കാര്യമില്ല. ജീവിതത്തിൽ എവിടെയും കേൾക്കുന്ന ഒരു വാക്കിനെ, ഫാസിസത്തിന്റെ ഒരു വാക്കിനെ പോലും എതിർക്കാൻ, ഒരു ചിന്തയെ പോലും എതിർക്കാൻ, ഒരു വിചാരത്തെ പോലും എതിർക്കാൻ ഈ രാജ്യത്തെ എല്ലാ മതേതര വിശ്വാസികളും കടന്നു വരേണ്ട സമയമായിരിക്കുന്നു. അങ്ങോട്ടൊരു പക്ഷേ വേട്ടയാടലുകൾ ഉണ്ടായേക്കാം. ഈ രാജ്യത്ത് ഫാസിസത്തിനെതിരെ പോരാട്ടം നയിക്കുന്ന, അത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തെ നയിക്കുന്ന രാഹുൽ ഗാന്ധി അടക്കം നിങ്ങൾ ഇന്നലെ കണ്ടില്ലേ? ഞാനൊരു അഭിഭാഷകനാണ്, എനിക്കറിയാം. ഒരു ജഡ്ജ്മെന്റ് വായിച്ച ആധികാരികമായി അതിന്റെ എല്ലാ അർത്ഥത്തിലും അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ലെങ്കിലും പരിമിതമായ അറിവും ജ്ഞാനവും വെച്ച്, പരിമിതമായ നിയമപരിജ്ഞാനം വെച്ചിട്ട് ഓരോ ജഡ്ജ്മെന്റിന്റെയും റീസണിംഗും ഡെപ്തും ഞങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറയുന്നത്, ഈ രാജ്യത്തിന്റെ നീതിബോധം പോലും അപകടത്തിലായിരിക്കുന്നു.
ഒരുപക്ഷെ 4 വർഷം മുമ്പ് ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിലുണ്ടായിരുന്ന 4 ജഡ്ജിമാർ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 4 ജഡ്ജിമാർ, സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാർ കേട്ടുകേൾവിയില്ലാത്ത വിധം ഈ ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ 4 ജഡ്ജിമാർ ഒന്നിച്ചു വന്നിട്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു, ഈ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും അപകടത്തിലാണ്. അതിനുശേഷം അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ജോലിയുടെ അല്ലെങ്കിൽ ജഡ്ജി എന്നുള്ള പദവിയുടെ ആ പദവിക്ക് നിരക്കാത്തതാണെന്നറിയാം. എന്നിരുന്നാലും ഇത് പറയുന്നതിന് കാരണം, ഞങ്ങൾ ഇത് പറഞ്ഞില്ല എങ്കിൽ പിന്നീടുള്ള ജീവിതത്തിൽ ഞങ്ങൾക്ക് കുറ്റബോധം ഉണ്ടായേക്കാം. ഈ രാജ്യത്തിന്റെ അപകടം കൺമുമ്പിൽ കണ്ടിട്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാതെ കിടന്നാൽ ഉറക്കം വരില്ല എന്നതുകൊണ്ടാണ് പദവിയുടെ മഹത്വം നോക്കാതെ, പദവിയുടെ വലിപ്പം നോക്കാതെ, കൺവെൻഷൻസും അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇന്നുവരെയുള്ള പാരമ്പര്യവും നോക്കാതെ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത് എന്ന് 4 ജഡ്ജിമാർ, പരമോന്നത നീതിപീഠത്തിലെ ജഡ്ജിമാർ നമ്മളോട് പറഞ്ഞിരുന്നു. നമ്മൾ അതിനെയും അവഗണിച്ചു. ഒരുപാട് സിംറ്റംസ്, ഒരുപാട് സൂചനകൾ നമുക്ക് ലഭിച്ചതാണ്. നമ്മൾ അതിനെയെല്ലാം അവഗണിച്ചു, നമ്മൾ അതിനെയെല്ലാം നിരസിച്ചു, നമ്മൾ അതിനെല്ലാം തള്ളിക്കളഞ്ഞു. പക്ഷെ ഇന്ന് ഈ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനം നിന്ന് കത്തുമ്പോ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി അത് കണ്ട് ആസ്വദിക്കുന്ന കാഴ്ചയാണ്. അല്ലെങ്കിൽ ഈ മൗനത്തെ വഞ്ചിക്കാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയാത്ത സ്ഥിതിയാണ്, ഈ രാജ്യത്തിന് കഴിയാത്ത സ്ഥിതിയാണ്. ഇനിയും ഇതുപോലെ ഒരുപാട് വേദനാജനകമായ സംഭവങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. വളരെ എനിക്ക് ദീർഘമായി പ്രസംഗിക്കാനും പ്രയാസമുണ്ട്. വളരെ ലളിതമായ രീതിയിൽ, വളരെ പരിമിതമായ സമയത്ത്, വളരെ എളിയ രീതിയിൽ സംഘടിപ്പിച്ച ഒരു ഉപവാസ സമരം. തീർച്ചയായിട്ടും അതിന് എന്റെ പാർട്ടി നൽകിയ പിന്തുണ, UDF നൽകിയ പിന്തുണ, എന്റെ ബഹുമാനായ നേതാക്കന്മാർ നൽകിയ പിന്തുണ വളരെ വലുതായിരുന്നു. എന്നാൽ അതിനും ഒക്കെ അപ്പുറം ഇങ്ങനെ ഒരു ചെറിയ സംരംഭത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോ എന്നെ പിന്തുണയ്ക്കാനും ആ ഒരു ഉപവാസ സമരം മുന്നോട്ട് വെക്കുന്ന സന്ദേശത്തെ ശക്തിപ്പെടുത്താനും ഈ വേദിയിലേക്ക് കടന്നു വന്ന ഓരോരുത്തരായി പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും കണ്ടവരാണ്. അവരെല്ലാം ഒരുപാട് പ്രയാസപ്പെട്ടാണ് എന്റെ 24 മണിക്കൂർ മൗനത്തിനിടയിൽ ഈ രാജ്യത്തെ ഫാസിസത്തിനെതിരെ ഏറ്റവും ശക്തമായ ശബ്ദങ്ങളെ, ഏറ്റവും ശക്തമായ മുഖങ്ങളെ, ഏറ്റവും ശക്തമായ ആശയങ്ങളെ, ഏറ്റവും തീവ്രമായ ചിന്തകളെ ഫാസിസത്തിനെതിരെ ഉയർത്താൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സമരം ഇതുപോലെ വിജയിപ്പിക്കാൻ വേണ്ടി എന്നോടൊപ്പം നിന്ന്, എന്റെ കൂടെ നിന്ന് വളരെ പരിതപ്രജ്ഞനായ, ഒരുപക്ഷെ പ്രായാധിക്യം പോലും മറന്ന് ഈ സമരത്തിന് വേണ്ടി എന്നോടൊപ്പം നിന്ന് എന്റെ പ്രിയങ്കരായ നേതാക്കന്മാർ, ഇവിടെ വന്നെത്തിയ മതമേലധ്യക്ഷന്മാർ, പ്രിയങ്കരനായ ശ്രീ KC വേണുഗോപാൽ അടക്കം എന്റെ ഈ സമരത്തിന് നൽകിയ പിന്തുണയ്ക്ക് ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും മുമ്പോട്ടുള്ള പോരാട്ടത്തിൽ ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി കടന്നു വന്നപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്: എന്റെ രാഷ്ട്രീയം തുടങ്ങുന്നതും അവസാനിക്കുന്നതും മതേതരത്വത്തിലായിരിക്കുന്നത്. കടുകുമണിയോളം വിട്ടുവീഴ്ച ചെയ്യാതെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ദൗത്യം, എനിക്ക് ലഭിച്ച ഈ പദവി, ഞാനായിരിക്കുന്ന ഈ സ്ഥാനം ഉപയോഗിച്ച് എന്നാൽ കഴിയുന്ന എല്ലാ നിലയ്ക്കും ഇതിനു വേണ്ടി പോരാടുമെന്ന വാക്കൊരിക്കൽ കൂടി തന്നുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്.